ഹായ്, ഞാൻ ആർക്കിടെക്ട് നൗഫൽ റഹ്മാൻ, ഓക്സിദി ആർക്കിടെക്ട്സിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. അതിൻ്റെ ബോബിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. കംപ്ലീറ്റ് നമുക്ക് എങ്ങനെ ട്രഡീഷണൽ കൊണ്ടുവരാം, പുറത്തുനിന്ന് കാണുമ്പോഴും അകത്തുനിന്ന് കാണുമ്പോഴും. ട്രഡീഷണലായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, നമുക്ക് ഇവിടെ ഒരു വിട്ട് കുറവായതുകൊണ്ട് നമുക്ക് പ്ലാനിങ്ങിൽ തന്നെ പണ്ട് വീടുകൾക്ക് ഉണ്ടായിരുന്നതാണ് ഒരു ഇടനാഴി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ആ രീതിയിലാണ് നമ്മൾ ത്രൂ ഔട്ട് ഇതിലെ ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിംഗ് എന്നുള്ളത് നമ്മളൊരു ഫോർമൽ ലിവിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ, അതും ഒരു കുറച്ച് സ്റ്റെപ്പ് ഒരു 4 ഫീറ്റ് ഡൗൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാമിലിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ വേണ്ട, നമുക്ക് ഫോർമൽ ലിവിങ്ങിൻ്റെ അടുത്ത് തന്നെ മതി. അപ്പോൾ അതിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഒരു ഇൻട്രാക്ഷൻ സ്പേസ് എന്നുള്ള രീതിയിലും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിനടുത്തായിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ് വരുന്നത്. അവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. അതുപോലെ ഫോർമൽ ലിവിങ്ങിന്നും അതുപോലെ ഡയറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള സിറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള സിറ്റിംഗ് ആണ് ആ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെയുള്ള ചെറിയ ചെറിയ എലമെൻറ്റ്സ്, ഇപ്പോൾ ഒരു സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഫോർമലായിട്ടുള്ള ഒരു ഏരിയകളിലെല്ലാം നമ്മൾ പഴയ രീതിയിലുള്ള ഒരു സ്വിച്ചസ് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മളത് പുറത്തുനിന്ന് കൊണ്ടുവന്ന്. അതുപോലെ സീലിംഗ് നമ്മൾ പഴയ വുഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പഴയ ആ ഒരു സീലിങ്ങിനെ നമ്മൾ മാതൃകയാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ റൂഫിങ് പഴയ ആ ഒരു ക്ലേ ടൈലിൻ്റെ ആ ഒരു മാതൃകയിൽ ചെയ്തു. പിന്നെ കോമൺ ആയിട്ട് നമ്മളെല്ലാ ഏരിയകളിലും നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് ചെയ്തിട്ട് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ഈ ഒരു ട്രസ് റൂഫ് ചെയ്ത് നമ്മൾ ഈ ഒരു ക്ലേ ടൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഉണ്ടായിരുന്നു. പൂള്, അതുപോലെ നമുക്ക് ഹോം തിയേറ്റർ, ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂളിൻ്റെ ഏരിയയിലാണെങ്കിലും വശങ്ങളായിട്ടുള്ള ഒന്ന് കോമ്പൗണ്ട് വാളാണ്. അത് നമ്മൾ കുറച്ച് ഹൈറ്റ് റേസ് ചെയ്തിട്ടാണ്, കാരണം അവിടെയാണ് നമുക്കൊരു വാഷ് ബേസിന് ഏരിയ വരുന്നതും പിന്നെ നമുക്കൊരു പ്രൈവസി വേണമെന്നുള്ളത് കൊണ്ടും ആ ഒരു ഏരിയ മാത്രം കുറച്ച് ഹൈറ്റ് റേസ് ചെയ്തിട്ട് ആ ഒരു കോമ്പൗണ്ട് വാളാണെന്നുള്ളൊരു ഫീൽ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി പഴയൊരു ചുമര് ഒരു പൊളിഞ്ഞ രീതിയിൽ ഒരു റസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ടെക്സ്ചർ വർക്ക് ചെയ്തു. അതിനനുബന്ധമായിട്ടുള്ള വാളുകളിലും പെയിൻറ്റിങ്സ് ആ ഒരു ഏരിയയിൽ നമ്മളത് ആഡ് ചെയ്തു. പൂള് നമുക്കൊരു ഹാഫ് പോർഷൻ നമുക്ക് കവേർഡ് ആകുന്ന രീതിയിലാണ്. ആ ഒരു കവേർഡ് ആകുന്ന രീതിയിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കാതെ നമ്മളൊരു ഫില്ലർ സ്ലാബ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലേയുടെ പോട്ട് ഒരു പാറ്റേണിൽ നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സെൻറ്റർ പോർഷനിൽ നമ്മളൊരു ഷവർ എന്നുള്ള രീതിയിൽ പൂളിലേക്ക് നമുക്കൊരു റെയിൻ ഷവർ എന്നുള്ള രീതിയിൽ നമ്മളതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ നമ്മൾ മാസ്റ്റർ ബെഡിലായാലും ആ ഒരു കിളിവാതിൽ പോലെ ഒരു ബേ വിൻഡോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇന്നർ സ്പേസിലേക്ക് നമ്മൾ അതുപോലെ ഒരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 റൂംസിൽ നമ്മൾ ബേ വിൻഡോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കിഡ്സിൻ്റെ ബെഡ്റൂമിൽ അവർക്ക് ഇരിക്കാനും അതുപോലെ ഇനി എന്തെങ്കിലും സ്റ്റഡി പർപ്പസ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസ് ആയിട്ട് ഒരു ടേബിളിനുള്ള എന്നുള്ളൊരു യൂസ് നമ്മൾ ചെയ്തത്. സാധാരണ ട്രഡീഷണൽ വീടുകൾ ചെയ്യുകയാണെങ്കിലും കിച്ചൺ ഒരു മോഡേൺ ആണ് അധികം ചെയ്യാറ്. പക്ഷേ നമ്മളിവിടെ എക്യുപ്മെൻറ്റ്സ് മോഡേൺ ആണെന്നല്ലാതെ ബാക്കിയെല്ലാം നമ്മളതിൻ്റെ കൗണ്ടർ ആണെങ്കിലും എല്ലാം ആ ഒരു പഴയ രീതിയിൽ അല്ലെങ്കിൽ ആ വിൻഡോയ്ക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ കളർ സെലക്ട് ചെയ്തതും ഒരു വൈറ്റ് പ്ലസ് ഗ്രീൻ കളറാണ് അതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഹോം തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരു മാക്സിമം ടൺ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് താഴേക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു സ്പേസ് ഇല്ല എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഹോം തിയേറ്റർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഇനീഷ്യലി നമ്മൾ ഡിസൈൻ ഫൈനൽ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു 3D അവർക്ക് കാണിച്ചു കൊടുത്തു എക്സ്റ്റീരിയർ എങ്ങനെ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മളതൊരു റാൻഡായിട്ട് നമ്മളതിനകത്തൊരു കാറ് നമ്മളതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചിനകത്ത്. അപ്പോൾ ഒരു നർമ്മത്തിൽ അവർ പറഞ്ഞു നമുക്ക് ഈ ആ കാറല്ല നമുക്കിതും ട്രഡീഷണൽ ആക്കിയല്ലേ വേണ്ടതെന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു അംബാസഡറോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു വിൻറ്റേജ് കാറും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ എടുക്കാമെന്നുള്ളത് പറഞ്ഞു. പക്ഷെ അത് റെജിക്ക സീരിയസ് ആയിട്ട് എടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു കാറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു ട്രഡീഷണലിന് ഒരു 100% നീതി പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നമ്മൾ 100% സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്.